അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് പാകിസ്ഥാൻ മോഡൽ ഒരു ബീഫ് കറി. അപ്പം എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് സവാള ഇട്ട് കൊടുക്കുക, കുറച്ച് മുളക്, കുറച്ച് ബദാം ഇട്ടിട്ട് എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് തിളപ്പിക്കുക. വെള്ളം തിളച്ചതിൻ്റെ ശേഷം ആണ് ഇതിട്ട് കൊടുക്കേണ്ടത്. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം ഇങ്ങനെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് അരിച്ചിട്ട് എടുക്കുക. അരിച്ച വെള്ളം മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കുക. അതുപോലെ ആ ഉള്ളി ബദാമുള്ളത് അതും പേസ്റ്റാക്കുക. എന്നിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ബീഫ് പാത്രത്തിലിടുക. ജീരകം, അതുപോലെ കുരുമുളക് പൊടി, ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക, മിക്സാക്കി പൊടിച്ചെടുക്കുക. ഓക്കെ, അത് സെറ്റാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു 2.5 സ്പൂണ് ആ മിക്സാക്കിയ പൊടി, ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, ആവശ്യമായിട്ടുള്ള തൈര്, പിന്നെ എന്ത് ചെയ്യുക, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാം കൂടി എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് എന്ത് ചെയ്യണം, ഇഞ്ചിയും വെളുത്തുള്ളി, നേരത്തെ അടിച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് മിക്സ് ചെയ്യുക. അതിട്ടിട്ട് എന്ത് ചെയ്യുക, ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അടുപ്പ് ചൂടാക്കുക. അതിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് എന്ത് ചെയ്യുക, കുരുമുളക്, ഏലക്കായ്, ഗ്രാമ്പൂ, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, കുറച്ച് ജീരകം ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ആ മിക്സാക്കി വെച്ച ബീഫ് അതിലേക്ക് ഇടുക. കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് കുറച്ച് നേരം വെക്കുക. ഇതേപോലെ ഒരു തിളക്ക് വന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്, നേരത്തെ മാറ്റി വെച്ച് പറഞ്ഞ വെള്ളമല്ലേ, അരിച്ച വെള്ളം, അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതാകുമ്പോൾ ആ ഉള്ളിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. എന്നിട്ട് കുറച്ച് ഫ്ലെയിം കുറച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അടി പിടിച്ചാനുള്ള സാധ്യത കൂടുതലാണ്. എന്നിട്ട് ഏകദേശം അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ അടിച്ച് വെച്ചില്ല ഉള്ളിയും ബദാമും പച്ചമുളകൊക്കെ, ആ പേസ്റ്റ് എന്ത് ചെയ്യുക, ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക, തമർത്തൽ മിക്സാക്കൽ. ഇത് നമ്മുടെ ഡാഡി കൂളാണ് കേട്ടോ. ആ ചെറിയ കണ്ട മനസ്സിലാക്കല്ലേ, കൂളാണെന്നുള്ളത്, പൊളിയാണ് ആള്. അങ്ങനെ എന്ത് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശമൊക്കെ സെറ്റായി, വെള്ളമൊക്കെ ഏകദേശം വലിഞ്ഞിരിക്കണേ. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ സംഭവം സെറ്റ്. അടിപൊളി സാധനമാണ്. പാകിസ്ഥാൻ, അതേപോലെ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ കൂടുതലാളും കഴിക്കണ മോഡലാണ് ഈ ഒരു ഐറ്റം. Sandali man. Directly. Aywa.